നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ വെറുതെ അല്ല ആ ഡിറ്റക്റ്റീവ് പിന്മാറിയത്. അയാൾക്ക് അമ്മുന്റെ ഭർത്താവിനെ പറ്റി ഒരു സൂചനയും കിട്ടിക്കാണില്ല. സഞ്ജു പറഞ്ഞ പോലെ കാശ് തട്ടാൻ അയാൾ ശ്രമിച്ചത്. അയാൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് കാശ് തട്ടിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇനി അയാൾ വിളിക്കട്ടെ. അമ്മുവിന്റെ ഭർത്താവ് ഇനി ആരാണെന്ന് അവൾ പറഞ്ഞാൽ മാത്രമേ നമുക്കിനി അറിയാൻ കഴിയൂ. അവളെ കൊണ്ടത് പറയിപ്പിക്കണം. അതിനു വേണ്ടിയാ ശ്രമിക്കേണ്ടത്. ഇനി ആ പെരുവണ്ണാപുരത്ത് പോയി അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ പ്രഭ ഇത്? പ്രഭ അല്പം കഴിച്ചിട്ടുള്ള കാര്യം ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാറ് നിയന്ത്രണം വിട്ട് അപകടം പറ്റാൻ മാത്രം പ്രഭ കഴിച്ചിട്ടില്ല എന്നും എനിക്കറിയാം. വേറെ എന്തൊക്കെ നിനക്കറിയാം? നീ എല്ലാം തിരിച്ചറിയുന്നവൾ തന്നെയാ. നിന്നെ ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിച്ചു. നീ ഒരു സ്വാർത്ഥയായ സ്ത്രീയാണെന്ന് നിന്റെ മുഖത്ത് നോക്കി ഈ പ്രഭാചന്ദ്രൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീയാ ശരി കാഞ്ചനെ, നീയാ സത്യവും. സത്യത്തിൽ പ്രഭ എവിടെയാ പോയത്? എന്റെ മോളുടെ പേരിൽ പൂജ നടത്താൻ ക്ഷേത്രത്തിലേക്ക് തന്നെയാ. ദേ പ്രസാദം മോളുടെ റൂമിൽ ഇരിപ്പുണ്ട്. പ്രഭ അമ്മുവിന്റെ ഭർത്താവിനെ അന്വേഷിച്ചല്ലേ പോയത്? അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് ആ കാര്യം ചോദിക്കണമെന്ന് പോന്ന വഴിക്ക് ഓർത്തതാ. പക്ഷെ അതിന് കഴിഞ്ഞില്ല. കുറച്ച് കാറ്റും മഴയൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ തന്നെ ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. പ്രഭേ, എനിക്കിതെല്ലാം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പ്രഭ ഏത് ഫ്രണ്ടിനെയാ കണ്ടത്? തോമാച്ചൻ. സംശയം ഉണ്ടെങ്കിൽ നീ വിളിച്ച് ചോദിക്കേ. ന്യൂ ഇയർ അല്ലേന്നും പറഞ്ഞ് തോമാച്ചൻ സൽക്കരിക്കാൻ കൂട്ടിക്കൊണ്ടു പോയതാ. മോളുടെ അവസ്ഥയെപ്പറ്റി തോമാച്ചനോട് പറഞ്ഞപ്പോ മനസ്സ് കയ്യിന്നങ്ങ് പോയി. രണ്ടു പേർക്ക് കഴിച്ചിട്ടൊന്നുമല്ല കാറിന്റെ നിയന്ത്രണം വിട്ടു പോയത്. കണ്ണീര് കാരണം കാഴ്ചയില്ലാതെ പോയിട്ടാ. മതി, ഇനി പ്രഭ കഴിക്കണ്ട. പ്രഭയും കൂട്ടി താഴേക്ക് പോവാനാ ഞാൻ വന്നത്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ തയ്യാറെടുപ്പില്ല താഴെ എല്ലാവരും. ഇനി ഈ നിലയിൽ നിങ്ങൾ താഴേക്ക് വരണ്ട. മോളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഈ രാത്രി എനിക്ക് ബോധം കെട്ടുറങ്ങണം. അല്ലെങ്കിൽ ഞാനൊരു കൊലപാതകയായിത്തീരും. ഒന്നല്ല, രണ്ട്. അങ്കിളെന്താ ഇത്രയും വൈകിയത്? ഇവിടെ എല്ലാവരും പേടിച്ചുപോയി. ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാം. പ്രഭേട്ട, നീ പിന്നെ വന്നോ? പ്രഭേട്ട, ഞാൻ കവിതയാ. ആഘോഷം നടക്കുകയല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പ്രഭേട്ടനെ മാത്രം താഴെ കണ്ടില്ല.
കേക്ക് കട്ട് ചെയ്യുമ്പോഴെങ്കിലും പ്രഭേട്ടൻ വരുമെന്ന് ശ്രീകുട്ടി പ്രതീക്ഷിച്ചു. അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങി കഴിഞ്ഞില്ലേ? എനിക്ക് എന്തു ന്യൂ ഇയർ? പ്രതീക്ഷ ഉള്ളവർക്കല്ലേ പുതിയ കാലം വരവേൽക്കാൻ കഴിയൂ. അല്ല, ശരിക്കും പ്രഭേട്ടൻ എന്താ പറ്റിയത്? എനിക്ക് എന്തു പറ്റിയെന്നാ? നീ എന്താ കവിത ഒന്നും അറിയാത്തതുപോലെ? അല്ല, ഇന്നിവിടെ നിന്ന് പോയ പ്രഭേട്ടനെ അല്ലല്ലോ തിരിച്ചു വന്നപ്പോ വീട്ടുകാർ കണ്ടത്. ഞാൻ അന്വേഷിച്ചത് അക്കാര്യോ. ആർക്കും ഒരളവ് വരെ മാത്രമേ വേദനകൾ നെഞ്ചിലടക്കാനാവൂ. അടുക്കി അടുക്കി നിറഞ്ഞു പോയ അണക്കെട്ട് പോലെയായി എന്റെ മനസ്സ്. ഒരു പഴയ സുഹൃത്തിനെ കണ്ടു. അവിടെ വെച്ച് മനസ്സിന്റെ കൺട്രോൾ വിട്ടു പോയതാ. അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും അല്പം കഴിച്ചു. അമ്മുവിന്റെ ഭർത്താവ് ആരെന്ന് അന്വേഷിച്ചറിയാനാ പ്രഭേട്ടൻ പെരുവണ്ണാപുരത്തേക്ക് പോയതെന്നൊക്കെ വല്യേച്ചി പറഞ്ഞു. നിർത്ത്. ഞാൻ പോയത് ക്ഷേത്രത്തിലേക്കാ. കാഞ്ചനോട് പറഞ്ഞതും അങ്ങനെ തന്നെ. അതിന് പ്രഭേട്ടൻ ചൂടാവുന്ന എന്തിനാ? മനുഷ്യർ ഉത്തരം മുട്ടുമ്പോഴും പലതും പറയാൻ മടിക്കുമ്പോഴും മാത്രമാ ദേഷ്യപ്പെടുന്നേ. എന്തുദ്ദേശത്തിലാ നീ ഇപ്പൊ എന്റെ അടുത്ത് വന്നത്? അത് പറ. അല്ല, അത് ഞാൻ പറഞ്ഞ പ്രഭേട്ടൻ ചിലപ്പോ പൊട്ടി തെറിച്ചു വരും. അമ്മുന്റെ ഭർത്താവ് ആരാണെന്ന് പ്രഭേട്ടന് മനസ്സിലായല്ലേ? അതിന്റെ ഷോക്കല്ലേ പ്രഭേട്ടൻ ഈ കാണിക്കുന്നത്? അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആരായി എനിക്കെന്നാ? അതെന്നെ എന്തിനു ബാധിക്കണം? എന്റെ വേദനകൾ അത്രേ എന്റെ മോളെ ഓർത്ത. അല്ല, നിനക്ക് ഈ വിഷയത്തിൽ എന്താ ഇത്ര താല്പര്യം? കാഞ്ചനയ്ക്ക് പോലും അതില്ലല്ലോ. അവൾ ഈ വീട്ടുകാരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. ചതിയോ? എങ്ങനെ? ചിരിക്കാതെ നിനക്ക് അമ്മുവിന്റെ വിവാഹത്തെ കുറിച്ചുള്ള സംശയം എന്താന്ന് പറ. പ്രഭേട്ടന്റെ ചോദ്യവും തിടുക്കമൊക്കെ എന്റെ സംശയം ബലപ്പെടുത്തുന്നതാ. അമ്മു എന്റെ വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ഭൂതകാലം തിരക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കി പോയേ. ആ പെണ്ണിനെ ഇനിയും ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. പ്രഭേട്ടൻ അത് ഓർത്തു വെച്ചാൽ നല്ലത്. കൂടപ്പിറപ്പിനെ പോലെ അവളെ സ്നേഹിക്കുന്ന ശ്രീകുട്ടിയോട് പോലും ഭർത്താവിനെ പറ്റി പറയാൻ എന്തിനാ അവൾ മടിക്കുന്നത്? ശ്രീകുട്ടി തളർന്നു കിടക്കാൻ കാരണം അമ്മു അല്ലാന്ന് പ്രഭേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറയാമോ? നിനക്കെന്താ പറയാനുള്ളത് അത് പറ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൗനം വിടേണ്ടത് പ്രഭേട്ടന. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് യുവർ ടേൺ നൗ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.